ഹായ് ഫ്രണ്ട്സ്, അജിൻ്റെ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരാണ് നമ്മുടെ ചുന്തിരിമണി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ നമ്മുടെ തേപ്പുകാരൻ, അതിൻ്റെ പേര് തങ്കപ്പാണ്ടി എന്നാണ്. തങ്കപ്പാണ്ടി വന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ എണീക്കണത്. തങ്കപ്പാണ്ടി രാവിലെ തന്നെ നാട്ടിൽ നിന്ന് എത്തി. ചേട്ടാ തേക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടെത്തി. അവനത് കൊടുത്തു. അപ്പം എന്നോട് പറയാണ്, ചേച്ചി എന്തിനാ എൻ്റെ വീഡിയോ എടുക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ലോകം മൊത്തം കാണാനാണെന്നൊക്കെ പറഞ്ഞ് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കരുത് കേട്ടോ, സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ അവനെയാണ് ഇന്നത്തെ കണി. അപ്പോൾ നമുക്ക് പുറത്ത് ആരാ ആദ്യം വരണേന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ വീട്ടിലേക്ക്. അപ്പോൾ ഇവനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വർത്തമാനം പറയായിരുന്നു. കല്യാണമായിരുന്നു, അനിയത്തിയുടെ കല്യാണമായിരുന്നു. കല്യാണത്തിന് പോയിട്ട് നാട്ടിൽ നിന്ന് ഞാനിപ്പോൾ എത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. സുന്ദരി രാവിലെ തന്നെ കാരണം പുറത്തേക്കൊന്ന് ഇറങ്ങി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പരിപ്പും ചീരയും കറിയൊക്കെ ആണെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇന്നലെ സിനിമയ്ക്ക് പോയി, അതിരടി കാണാനായിട്ട് പോയി. ഒരു ഉളപ്പെടാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അധികം രസമൊന്നുമില്ല, വെറുതെ ഒരു കുറച്ച് ഭയങ്കര ലാഗിങ് ഒക്കെ എനിക്ക് തോന്നി. ചേട്ടൻ എന്നിട്ട് മാങ്ങ വറുക്ക ഇറങ്ങി. അപ്പം ഞാൻ അങ്ങോട്ട് പോന്നു. കുറേ എന്താ പറയുക, മഴ ഇന്നലെ പെയ്തില്ല. ഇന്നലെ രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് എന്താണോ മഴ പെയ്തിട്ടില്ല. ചക്ക ഇടണം കേട്ടോ, ഉപ്പേരിക്ക് ചക്ക മാത്രമേ ഉള്ളൂ. ചക്ക ഇടണം അത് എന്നിട്ട് ഭയങ്കര ലാഗിങ്. ആ തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു. നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിരടി വന്നത്, തുടങ്ങണത്. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ കുറച്ച് വെച്ചാൽ ഭയങ്കര ലാഗിങ് ആയി. പിന്നെ എന്താ പറയുക, ഒരു 10 മിനിറ്റ് നേരത്തെ ഒരു കഥ. പിന്നെ അത് ഒരു സമയം അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തീർത്തു ലാസ്റ്റ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഭയങ്കര ലാഗിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗിങ്. നമുക്ക് ബോറടിച്ചു, അയ്യോ നിർത്ത് എന്ന് പറയണ ഒരവസ്ഥ. അങ്ങനെ നമുക്ക് എനിക്കങ്ങനെ ഫീലൊന്നും ചെയ്തില്ല. ഭയങ്കര എല്ലാവരും പറഞ്ഞു അതിരടി നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോയത്. അപ്പോൾ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, എനിക്ക് ബേസിലിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ടൊവിനോനും ബേസിലിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണാനായിട്ട് പോയത്. അവരുടെ കുഴപ്പമില്ല, പക്ഷെ കുറച്ചൊരു ഊളപ്പടം പോലെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് കോളേജൊക്കെ ഓർമ്മ വന്നു. കോളേജൊക്കെ മിസ്സായി. അങ്ങനെ കോളേജിലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അതിൻ്റെ നമ്മളൊരു പ്രവർത്തനത്തിനൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവർ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾക്കൊരു ഫ്രീ മൈൻഡാണല്ലോ, പഠിക്കാനൊന്നും വേണ്ട, ക്ലാസ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആഘോഷ പരിപാടികൾ അങ്ങനത്തെ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ, അതൊരു രസമായിട്ട് നമുക്കൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഒരു ഉളപ്പെടായിരുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെയാണ് പൊട്ടിക്കാൻ പോയിരിക്കണത്. അപ്പോൾ അതുകൂടെ അപ്പം അങ്ങനെ പഴയത് കൊടുത്താൽ നീട്ട മറ്റന്നാളേക്ക്. കാരണം അത് പഴയത് കൊടുത്താൽ മതി പറയാൻ ചളി ഉണ്ടാവുമല്ലോ. മഴയുണ്ടെങ്കിൽ ഭയങ്കര ചളിയായിരിക്കും. ചേട്ടൻ ഇവിടെ അളമാരി ഒതുക്കുക, ചേട്ടൻ്റേതായ സാധനങ്ങൾ കുറേ ഷർട്ടും കാര്യങ്ങളുണ്ടേ. അപ്പോൾ മഴക്കാലമല്ലേ, പിന്നത് വേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ അതുമ്മേ എൻ്റെ കുറച്ചൊക്കെ ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞൂല. അപ്പോൾ ഇതെന്തിനപ്പം നിവർത്തി വ്യാഴാഴ്ച അമ്പലത്തിൽ മുമ്പ് ഇടാ, എന്തിനിപ്പം നിവർത്തിയത്? നല്ല ഷർട്ടാ ഇതൊക്കെ. ശരിക്കും ചേട്ടൻ ഇതൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാനിത് തേപ്പുകാരനെ കണ്ടുപിടിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടോ, ഇവിടെ ഒരു പെൺകുട്ടി പറഞ്ഞ് ഞാൻ അയൺ ചെയ്ത. എന്തിനപ്പം അതെടുത്ത്? അപ്പം അതൊന്ന് വൃത്തി എടുത്തുകൊണ്ട് വന്നേ. അങ്ങനെ അതൊന്നും വൃത്തുണ്ട് കേട്ടാ, അതങ്ങനെ ഇരുന്നോട്ടെ. നീ വൃത്തി കഴിഞ്ഞ അതൊക്കെ കേടായി പോവും.
എന്താണെന്ന് വെച്ചാൽ അടിയിൽ നിന്നുള്ളത് ഇഷ്ടം. അപ്പോൾ മുകളിൽ ഇരിക്കുന്നത് ഇടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല പണ്ട് വനവാസകാലത്ത് ഭീമൻ ഈ ഇത് കെടുക്കാൻ സ്ഥലമില്ല പറഞ്ഞപ്പോൾ ഒരു കഥയില്ലേ, ഇങ്ങനെ ഒരു കല ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുടെ അവിടെ പോയപ്പോൾ പറ്റില്ല എന്നാ എന്തോ പറഞ്ഞപ്പോൾ അവർ മനഃപൂർവ്വം പറഞ്ഞത് എന്തോ എന്തോ സംഭവം ഉണ്ട് എനിക്കതാ. എന്നിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ വലിക്കും ആ കല മൊത്തം അങ്ങോട്ട് ഇഴിഞ്ഞു പൊളിഞ്ഞ് വീഴും. അപ്പോൾ അങ്ങനെ കെടുക്കാൻ ഇത്തിരി സ്ഥലം കിട്ടും. ആ ഒരു സ്ഥലം അതേപോലെയാണ് ഇപ്പോൾ ഏട്ടൻ്റെ സ്വഭാവം. അടിയിലുള്ള വസ്ത്രങ്ങളെ ഇഷ്ടാവുള്ളൂ. അല്ല, ആ മുകളിൽ ചുവപ്പ് എടുക്കട്ട, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതൊക്കെ കുറേ ഇട്. അത് പിന്നെ മറ്റേത് ഇതൊക്കെ പഴയതല്ലേ, പഴയതൊക്കെ വേഗം ഇടും. കോട്ടനാണ്. അപ്പം ആ സിൽക്ക് ഇനി നമ്മൾ തൃപ്രയാറൊക്കെ പോണെങ്കിൽ ആ സിൽക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇത് ഏറ്റവും അടിയിലേക്ക് വെക്കായിരുന്നില്ലേ ജുബ്ബ, ഇതൊക്കെ ഇടും കേട്ടോ. എനിക്ക് ഈ ജുബ്ബകൾ ഭയങ്കര ഇഷ്ടമാണ്, ജുബ്ബ. പിന്നെ ഇത് ഓഫീസിലേക്ക് പോകുന്ന ഷർട്ടാണ്, അപ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കാം. അപ്പോൾ അതാണ് ഏട്ടൻ്റെ ഒരു സ്വഭാവം. ഇനി അത് എടുക്കും. ഇന്നെന്താ ഇടുന്നത്? അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഞാൻ വരച്ച ചിത്രങ്ങളാണ്, എൻ്റെ മനോഹരമായ ചിത്രങ്ങൾ. ഇതൊക്കെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് വരച്ചതാണ്. വെറുതെ ഇരിക്കുകയല്ല കേട്ടോ, ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായി. ഞാൻ ചിത്രങ്ങൾ വരയ്ക്കരുത്, എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ ഞാൻ ചിത്രം വരയ്ക്കൂ എന്ന് അറിയുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ചിത്രങ്ങൾ വലിയ കലാകാരിയൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഞാൻ വരയ്ക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇല്ല എനിക്ക് വരയ്ക്കാൻ അറിയില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു, നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ വരച്ച് നിന്ന് എനിക്കിഷ്ടമുള്ളത് എന്താ ഒക്കെ ചെയ്യണേന്ന് എനിക്ക് പോലും അറിയണ്ടായിരുന്നില്ല. എന്തൊക്കെയോ വരച്ച് കുറേ ഉണ്ട്, ചുമരിൻ്റെ അവിടെ ഇവിടെയൊക്കെ വരച്ച് വരുന്നവർക്കും പോണവർക്കൊക്കെ കാണാൻ വേണ്ടി വരച്ച് വെച്ചതാണ് ഞാൻ. അപ്പോൾ നിന്നങ്ങ് വരയ്ക്കണ്ടേ, വെറുതെ നിന്ന് വരയ്ക്കുക, എന്നിട്ട് പെയിൻറ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു വൃത്തിമെടുപ്പൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. നമ്മൾ എവിടെയും തോൽക്കാൻ പാടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ പിന്നെ ഇവിടെയാണെങ്കിൽ പെയിൻറ് ചെയ്യാത്ത ചുമരുകളാണ്, അപ്പോൾ ഇത് പെയിൻറ് ചെയ്യുമ്പോൾ ഇതൊക്കെ പോവും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ അങ്ങ് വരച്ച്. ഇത് ഇന്നലെ സിനിമയ്ക്ക് പോയിട്ട് ഷർട്ടാണ് കേട്ടോ. അപ്പം അതിട്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, അറിയാലോ കുളിക്കാറില്ല, പണികൾ കഴിഞ്ഞിട്ടേ കുളിക്കാറുള്ളൂ. അപ്പം അതാണ് അങ്ങനെ ഇട്ടത് കേട്ടോ. ആയി ഞങ്ങളെ തേട്ടാ നിന്നെ വിളിച്ചിട്ടുണ്ട്, സേട്ടൻ വിളിച്ചിട്ടുണ്ടല്ലോ. നിന്റെ തേട്ടൻ വിളിച്ചതാടി. വാ 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 ചുണ്ടിടി, ബിസ്ക്കറ്റ് കഴിച്ചമ്മായോ, വാ ചുഞ്ചോ വാ കഴിച്ചോ. അങ്ങനെ സ്നേഹപ്രകടനമൊക്കെ വേണം. കഴിച്ചോ ദേ കഴിച്ചോ. മഴ എന്ന് പെയ്യുമ്പോഴേക്കും പുല്ലൊക്കെ മുളച്ച് അത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചക്ക ഇടാൻ പോകും. എന്തിനാ വെട്ടിക്കത്തിയൊന്നും വേണ്ട, വെറും ഒരു കത്തിയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ജയ് ചക്കയിട്ട് ചക്കുപ്പേരിയാണ്, കറിയുണ്ട്. ഇവള് പറയുന്നത് ഇപ്പം എന്നിട്ടാ ഈ കാറ് കൊണ്ട് പോണത് ഞാൻ ഒന്ന് കാണണ്ടെന്ന്. അതുപോലെയാണ് ഇവള്. ചേട്ടൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് വന്ന് നമുക്ക് ഇതേക്ക് നന്നാക്കാൻ പറഞ്ഞിട്ട് ഞാൻ നിൽക്കാട്ടോ. അപ്പം അജിന്ത്യ പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.